പോക്കോ അവരുടെ പുതിയ സീരീസ് ഫോണായിട്ടുള്ള പോക്കോ X3 എന്ന ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 29 സെപ്റ്റംബറിനാണ് ഇതിൻ്റെ ആദ്യ സെയിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു പോക്കോ ഫോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ, അതും 20,000 രൂപ ബഡ്ജറ്റിന് താഴെയുള്ള ഫോണാണെങ്കിൽ നിങ്ങൾ പോക്കോ X2 ചൂസ് ചെയ്യുമോ അതോ പോക്കോ X3 ചൂസ് ചെയ്യുമോ? നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത് പോക്കോ X2 വേഴ്സസ് പോക്കോ X3യുടെ കമ്പാരിസൺ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജീൻ സെരീന എന്ന എൻ്റെ ടെക് ചാനലാണ്. ഞാനാണ് ജീൻ ഹെയ്സൺ. നേരെ വീഡിയോയിലേക്ക്. Back from the dead. നിങ്ങൾക്ക് ഈ കമ്പാരിസൺ വീഡിയോ പെട്ടെന്ന് മനസ്സിലാകാനായി നമ്മൾ ഈ വീഡിയോയെ 7 പാർട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഡിസ്പ്ലേ, പെർഫോമൻസ്, പ്ലാറ്റ്ഫോം, ക്യാമറ, ബാറ്ററി, വേരിയൻസ് ആൻഡ് മൈ ഒപ്പീനിയൻ എന്നീ ഘട്ടങ്ങളാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. സോ ലെറ്റ്സ് ഡിഗിൻ. പോക്കോ X2ൻ്റെ ഡിസ്പ്ലേ സ്പെക്കിലേക്ക് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് 6.67 ഇഞ്ചിൻ്റെ ഒരു IPS LCD ഡിസ്പ്ലേ ആണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. 20:9 ആണ് ബോഡി റേഷ്യോ. 180p വരെയുള്ള വീഡിയോസ് നമുക്കിതിൽ കാണാൻ കഴിയും. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൈഡ് L1ൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ മറ്റ് സ്ട്രീമിംഗ് ആപ്സിൽ നിന്ന് നമുക്ക് HD കണ്ടൻറ്റുകൾ വളരെയധികം നല്ലതായിട്ട് തന്നെ കാണാൻ കഴിയുന്നതാണ്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ലഭിക്കുന്നുണ്ട്. ഇതേ സമയം നമുക്ക് പോക്കോ X3യുടെ ഡിസ്പ്ലേയുടെ വശത്തേക്ക് പോവുകയാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ ഒരു IPS LCD ഡിസ്പ്ലേനാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നമുക്ക് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നുണ്ട്. 240 ഹെർട്സിൻ്റെ ഒരു ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ നല്ല സ്മൂത്ത്നെസ് നമുക്കിതിൽ ലഭിക്കും. 20:9 തന്നെയാണ് ബോഡി റേഷ്യോ. ഫുൾ HD+ ഡിസ്പ്ലേ ആണിതും. HDR10+ ഇതിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൈഡ് L1ൻ്റെ സപ്പോർട്ട് ഇതും നമുക്ക് ലഭിക്കുന്നുണ്ട്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ഫ്രണ്ടിൽ മാത്രമേ ഇതിൽ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് പോക്കോ X2ൻ്റെയും പോക്കോ X3യുടെ ഡിസ്പ്ലേ സ്പെക്ക് എന്ന് പറയുന്നത്. പോക്കോ X2ൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ക്വാൾക്കം സ്നാപ്ഡ്രാഗൻ്റെ 730G ചിപ്സെറ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഒക്ടാകോർ പ്രൊസസ്സറാണ്. അതോടൊപ്പം തന്നെ 8 നാനോമീറ്ററിൻ്റെ ഫാബ്രിക്കേഷൻ ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന GPU എന്ന് പറയുന്നത് Adreno 618 ആണ്. സ്റ്റോറേജ് UFS 2.1 ആണ്. ഇതേ സമയം നമുക്ക് പോക്കോ X3യുടെ പെർഫോമൻസ് സൈഡിലേക്ക് വരുമ്പോൾ ക്വാൾക്കം സ്നാപ്ഡ്രാഗൻ്റെ 732G ചിപ്സെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 8 നാനോമീറ്റർ ഫാബ്രിക്കേഷൻ ടെക്നോളജി ാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒക്ടാകോറിൻ്റെ പ്രൊസസ്സറാണ്. GPU Adreno 618 ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജ് അതുപോലെ തന്നെ UFS 2.1 തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വരുമ്പോൾ കിട്ടുന്ന സ്പെക്സ് എന്ന് പറയുന്നത്. പ്ലാറ്റ്ഫോം സ്പെക്ക് നോക്കുമ്പോൾ നമുക്ക് പോക്കോ X2ൽ Android 10 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്കിൻ എന്ന് പറയുന്നത് MIUI 12 ആണ്. ഇതേ സമയം നമുക്ക് പോക്കോ X3യുടെ നോക്കുകയാണെങ്കിൽ Android 10 തന്നെയാണ്. അതോടൊപ്പം തന്നെ MIUI 12 തന്നെയാണ് ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് ലഭിക്കുന്നത്. ക്യാമറ സ്പെക്കിലേക്ക് വന്നു കഴിയുമ്പോൾ പോക്കോ X2ൽ നമുക്ക് കാണാൻ കഴിയുന്നത് ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്. 64 MBയുടെ ആണ് പ്രൈമറി സെൻസർ എന്ന് പറയുന്നത്. വിത്ത് f1.9ൻ്റെ അപ്പേർച്ചർ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോണി IMX686ൻ്റെ സെൻസറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 8 MBയുടെ ആണ് അൾട്രാ വൈഡ് ലെൻസ്. 2 MBയുടെ ഒരു ഡെപ്ത് സെൻസറും 2 MBയുടെ ഒരു മാക്രോ ലെൻസും നമുക്കിവിടെ കാണാൻ കഴിയും. ഫ്രണ്ട് ക്യാമറയിലേക്ക് വന്നു കഴിയുമ്പോൾ ഡുവൽ ക്യാമറ സെറ്റപ്പാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 20 MBയുടെ ആണ് ഡുവൽ ക്യാമറ സെറ്റപ്പ്. വിത്ത് f2.2 ആണ് അതിൻ്റെ അപ്പേർച്ചർ എന്ന് പറയുന്നത്. വീഡിയോഗ്രാഫി അറ്റ് റയർ ക്യാമറ നമുക്ക് 4K at 30 FPS ഫ്രണ്ട് ക്യാമറയിൽ 180p at 30 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതേ സമയം പോക്കോ X3യുടെ ക്യാമറ സെറ്റപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെയും ക്വാഡ് ക്യാമറ സെറ്റപ്പ് തന്നെയാണ് കാണാൻ കഴിയുന്നത്. 64 MBയുടെ ആണ് പ്രൈമറി സെൻസർ. f1.9ൻ്റെ ആണ് അപ്പേർച്ചർ. സോണി IMX682 ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 13 MBയുടെ അൾട്രാ വൈഡ് ലെൻസ് യൂസ് ചെയ്തിരിക്കുന്നു. 2 MBയുടെ മാക്രോ ലെൻസും 2 MBയുടെ ഡെപ്ത് സെൻസറും നമുക്കിവിടെ കാണാൻ കഴിയും. ഫ്രണ്ട് ക്യാമറ 20 MBയുടെ ഒരു സിംഗിൾ ക്യാം ആണ് വിത്ത് f2.2ൻ്റെ അപ്പേർച്ചർ. വീഡിയോഗ്രാഫി അറ്റ് റയർ ക്യാമറ നമുക്ക് 4K at 30 FPS ഫ്രണ്ട് ക്യാമറ 180p at 30 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ക്യാമറ സ്പെക്കുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ബാറ്ററിയുടെ സ്പെക്കിലേക്ക് വന്നു കഴിയുമ്പോൾ പോക്കോ X2ൽ നമുക്ക് കാണാൻ കഴിയുന്നത് 4500 mAhൻ്റെ ഒരു ബാറ്ററിയാണ് നമുക്ക് ലഭിക്കുന്നത്. വിത്ത് 27 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജും ലഭിക്കുന്നുണ്ട്. അതേസമയം പോക്കോ X3ൽ നമുക്ക് കാണാൻ കഴിയും 6000 mAhൻ്റെ ഒരു ബാറ്ററിയാണ് കിട്ടുന്നത്. വിത്ത് 33 വാട്ടിൻ്റെ ഒരു ഫ്ലാഷ് ചാർജ് നമുക്ക് ലഭിക്കുന്നുണ്ട്.
അടുത്തതായിട്ട് നമുക്കിതിൻ്റെ വേരിയൻസ് നോക്കാം. ഏതൊക്കെ വേരിയൻറ്റുകളാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുക എന്നത്. പോക്കോ X2ൻ്റെ വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ 6GB 64GBയുടെ ഒരു റാം വേരിയൻറ്റ് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 6GB 128ൻ്റെ ലഭിക്കുന്നുണ്ട്. 8GB 256GB റാമിൻ്റെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ബേസ് മോഡലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 17,499 ആണ്. എന്നാൽ പോക്കോ X3യിൽ നമുക്ക് ലഭിക്കുന്ന വേരിയൻസ് എന്ന് പറയുന്നത് 6GB 64GB റാമും 6GB 128GB റാമും 8GB 128GB റാമുമാണ് നമുക്ക് ലഭിക്കുന്നത്. ബേസ് മോഡലിൻ്റെ പ്രൈസ് 16,999 റുപ്പീസാണ്. ഇനി മൈ ഒപ്പീനിയൻ എന്ന പാർട്ട്. ഈ പാർട്ടിൽ നിങ്ങൾ ഏത് ഫോൺ ചൂസ് ചെയ്യും? ഞാനാണെങ്കിൽ പോക്കോ X3 ചൂസ് ചെയ്യും. ക്യാമറയുടെ വശത്തേക്ക് കുറച്ച് വിട്ടുവീഴ്ച നിങ്ങൾ നടത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളിലും അപ്ഗ്രേഡായി നിർത്തുന്ന പോക്കോ X3 ചൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. കാരണം ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ബാക്കിൽ കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മൾ മലയാളികൾ കൂടുതലും ചെയ്യാറുള്ളൊരു കാര്യമുണ്ട്. ഫോൺ വാങ്ങിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ജീവിതകാലം മൊത്തമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കവർ അതിൻ്റെ പുറയിലിടും. അതുകൊണ്ട് തന്നെ ബാക്കിനെ കുറിച്ച് നമ്മൾ വലുതായിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പോക്കോ X3യെ ഒരു ക്ലിയർ വിന്നറായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കമ്പാരിസൺ വീഡിയോ കണ്ടിട്ട് ഏതാണ് മികച്ചതെന്നും ഏതാണ് ഡൗൺഗ്രേഡ് എന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ എന്നും അപ്ലോഡ് ചെയ്യുന്ന ടെക് വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ ടെക് വീഡിയോസായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്.